എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ നാവിന് അസാധാരണമായ ശക്തിയാണുള്ളത്. അതെ, നിങ്ങളുടെ നാവ് കൊണ്ട് അനുഗ്രഹം വിളിച്ചു വരുത്തുവാൻ സാധിക്കും. നിങ്ങളുടെ നാവ് കൊണ്ട് ശാപം വിളിച്ചു വരുത്തുവാനും സാധിക്കും. കർത്താവിന്റെ വചനം സദൃശ്യവാക്യങ്ങൾ 18:21 ഇങ്ങനെ വായിക്കുന്നു: മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അതെ, നിങ്ങൾക്ക് മരണം വിളിച്ചു വരുത്തുവാൻ സാധിക്കും, ജീവനും വിളിച്ചു വരുത്തുവാൻ സാധിക്കും. അതെ, നിങ്ങളുടെ നാവിന് അസാധാരണമായ ശക്തിയാണുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശാപത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയരുത്, നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വിളിച്ചു പറയരുത്. നിങ്ങളുടെ നാവിനെ അനുഗ്രഹത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയുവാൻ അഭ്യസിപ്പിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അതാണ്. മുറിവുണ്ടാക്കുന്ന വാക്കുകളല്ല നിങ്ങളുടെ നാവിൽ കൂടി പുറത്തു വരേണ്ടത്, മുറിവിനെ കെട്ടുന്ന വാക്കുകൾ അത്രയും നിങ്ങളുടെ നാവിൽ കൂടി പുറത്തു വരേണ്ടത്. എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളതാണ്. നിങ്ങളുടെ നിലവാരത്തിന് ഒത്തവണ്ണം, നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം നിങ്ങളുടെ തലമുറകൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് ലഭിക്കാതിരിക്കുമ്പോൾ ശാപത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയുക, ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകൾ വിളിച്ചു പറയുക. ഇവനൊരു യൂസ്ലെസ്സാ, ഇവനൊരു മണ്ടന്, അല്ലേലും ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചോളൂ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, അവരെ നോക്കി അനുഗ്രഹത്തിന്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞാട്ടെ. ഡിസ്കറേജ് ചെയ്യുന്നതിന് പകരം ശാപം പിടിച്ച വാക്കുകൾ പറയുന്നതിന് പകരം അനുഗ്രഹത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയാമെങ്കിൽ അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം സംഭവിക്കുന്നത് കാണുവാൻ സാധിക്കും. പലർക്കുമുള്ള കുഴപ്പമാണ്, ജോലി ലഭിക്കുന്നവരെ പ്രാർത്ഥിക്കും, ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ആ ജോലിയെ കുറ്റം പറയും, സ്ഥാപനത്തെ കുറ്റം പറയും, സ്ഥാപനത്തിലെ അധികാരികളെ കുറ്റം പറയും. അങ്ങനെ എന്ത് സാഹചര്യം വരുന്നാലും പല ആൾക്കാരും അവരുടെ സാഹചര്യത്തെ കുറ്റം പറയും, ശാപവാക്കുകൾ വിളിച്ചു പറയും എന്നുള്ളത്. അങ്ങനെയുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ഈ ശബ്ദത്തിനൊന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ. നിങ്ങളെ സ്വർഗം അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശാപം പിടിച്ച വാക്കുകൾ നിർത്തിയാട്ടെ, നെഗറ്റീവ് പറയുന്നത് നിർത്തിയാട്ടെ, ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകൾ നിർത്തിയാട്ടെ. പകരം അനുഗ്രഹത്തിന്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞാട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്മേൽ അനുഗ്രഹങ്ങൾ സംഭവിക്കുന്നത് കാണുവാൻ ഇടയാകും. യാക്കോബ് 3:10-11 ഇങ്ങനെ വായിക്കുന്നു: ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടേണ്ടത് അനുഗ്രഹത്തിന്റെ ശാപത്തിന്റെ വാക്കുകളല്ല. ഒന്നീ അനുഗ്രഹം അല്ലെങ്കിൽ ശാപം. ഇന്ന് പകലിൽ എന്ത് വേണമെന്നൊന്ന് തീരുമാനമെടുത്താട്ടെ. ശാപമാണോ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കേണ്ടത്, അതോ അനുഗ്രഹമാണോ? അനുഗ്രഹത്തിന്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞാട്ടെ. നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം സംഭവിക്കുവാൻ പോകുന്നു, വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ ആരോഗ്യത്തെ നോക്കി അനുഗ്രഹത്തിന്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞാട്ടെ. നിങ്ങളുടെ തലമുറയെ നോക്കി അനുഗ്രഹത്തിന്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞാട്ടെ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ നോക്കി അനുഗ്രഹത്തിന്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞാട്ടെ. നിങ്ങൾ പാർക്കുന്ന രാജ്യത്തെ നോക്കി, ഭരണകർത്താക്കളെ നോക്കി അനുഗ്രഹത്തിന്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞാട്ടെ. നിങ്ങളുടെ സ്ഥിതികൾക്ക്, നിങ്ങളുടെ ചുറ്റുപാടിനും വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാനിടയാകും. ഒന്ന് ശ്രമിച്ചു നോക്കിയാട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ തന്നെ വ്യത്യാസങ്ങൾ ഇന്ന് പകലിൽ ഈ വചനം ഏറ്റെടുക്കുന്നെങ്കിൽ സംഭവിക്കുന്നത് കാണുവാനിടയാകും. ആമേൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കും. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്തെങ്കിലും അറിയായ്മയുടെ കാലത്ത് കർത്താവെ ശാപം പിടിച്ച വാക്കുകൾ അവരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗത്തോട് ക്ഷമ ചോദിക്കുന്നു. സ്വർഗം ഇന്ന് ഈ പകലിൽ അതിനെ ക്യാൻസൽ ചെയ്യണമേ. പകരം കർത്താവെ, അനുഗ്രഹത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ നാവിന്റെ മുഴുനിയന്ത്രണം സ്വർഗം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനിട്ട് നന്ദി പറയുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകല മാനവത്വം കർത്താവിന്. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.